ഇരു രാജ്യങ്ങളുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് ഈ വൻ വ്യോമാക്രമണം നടന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുരന്ത് ലൈനിന് സമീപം ദുരന്ത് ലൈൻ കടന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഖോസ്റ്റ് പ്രവിശ്യയിലെ അലിഷർ ജില്ല, ഇവിടെയാണ് വലിയ രീതിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. താലിബാൻ കേന്ദ്രമാണ് പാകിസ്ഥാൻ പൂർണ്ണമായും ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ താലിബാൻ ഇത് മനസ്സിലാക്കി വലിയ രീതിയിൽ കനത്ത ആയുധങ്ങളുമായി തിരിച്ചടിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായി അല്ലെങ്കിൽ ആളപായം ഉണ്ടായി എന്ന കൃത്യമായിട്ടുള്ള വിവരക്കണക്കുകൾ ഇരു സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വന്നിട്ടില്ല, ഇരു രാജ്യങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിക്ക് നടന്ന ഈ ആക്രമണത്തിൽ എത്ര ആൾക്കാർ മരിച്ചു എന്നറിയില്ല. ആളുകൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഈ ജില്ലയിൽ നിന്ന് പരിപൂർണമായി മാറി എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഈ ജില്ലയിൽ നിന്ന് സമ്പൂർണ്ണമായി ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഭരണാധികാരി പറഞ്ഞ ഒരു വാചകമുണ്ട്: താലിബാനെ പൂർണ്ണമായും നശിപ്പിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, താലിബാൻ പൂർണ്ണമായും നശിക്കണം, താലിബാനെ പൂർണ്ണമായും ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം പാക് ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ 4 പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ കനത്ത ഭീകര വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് 50ഓളം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ടെഹ്രീക്കെ താലിബാൻ ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്തായിരുന്നാലും ഇതിന് പ്രതികാരമായി ടെഹ്രീക്കെ താലിബാൻ ഖൈബർ പഷ്തൂൺ മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. പാക് പോസ്റ്റുകൾ പലതും പിടിച്ചെടുത്തു. പോരാത്തതിന് പാകിസ്ഥാൻ സൈനികർ കൂട്ടപ്പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ പാക് അധീന കശ്മീർ കൂടെ എത്തുമെന്നൊരു സ്ഥിതിയിലെത്തിയപ്പോൾ, അതായത് ഈ ഖൈബർ ഇടുന്ന അഴി ഈ ടെഹ്രീക്കെ താലിബാൻ മുറിച്ചു കളയും അല്ലെങ്കിൽ അവരത് പിടിച്ചെടുക്കുമെന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണമായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് കനത്ത തിരിച്ചടിയായിരിക്കും ടെഹ്രീക്കെ താലിബാൻ കൊടുക്കുക. തങ്ങൾ കനത്ത തിരിച്ചടി നൽകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇവർ ഇപ്പോൾ വീഡിയോ അടക്കം പങ്കുവച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുന്ന വീഡിയോ ആണ് ടെഹ്രീക്കെ താലിബാൻ പങ്കുവച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാലാണ് തങ്ങൾ പോലീസ് സ്റ്റേഷൻ ഒഴിഞ്ഞത് എന്നാണ് അവിടെയുള്ള പോലീസുകാർ പറയുന്നത്. എന്നാൽ ടെഹ്രീക്കെ താലിബാൻ ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ പാകിസ്ഥാനിലെ പോലീസുകാർ വളരെ വലിയ പ്രതിരോധത്തിലായി. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.